ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9 ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയൻ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ്? ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കാം. SAS, ASA, SSA, SSS. അപ്പോൾ SAS, ASA, SSS ഇതെല്ലാം നമുക്കറിയാം കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയൻ ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത് ആരാണ്? SSA. ഇതാണ് ഇതിൻ്റെ ആൻസർ. It is given that triangle ABC is congruent to triangle FD and AB is equal to 5 cm, angle B is equal to 40 degree and angle A is equal to 80 degree. Then which of the following is true? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ. നമുക്കിവിടെ തന്നിരിക്കുന്നത് A corresponds to F, B corresponds to D, C corresponds to E. AB തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. AB 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ DF എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ അല്ലേ? ആംഗിൾ B തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ആംഗിൾ D എന്തായിരിക്കും? 40 ഡിഗ്രി. ഇനി ആംഗിൾ A തന്നിട്ടുണ്ട് 80 ഡിഗ്രി. ആംഗിൾ F 80 ഡിഗ്രി. ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ DF is equal to 5 സെൻറ്റിമീറ്റർ. DF 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. നമ്മുടെ ഫിഗർ നോക്കുമ്പോൾ DF 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ആംഗിൾ B equal to 60 ഡിഗ്രി. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, ആംഗിൾ B എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കുക, DE is equal to 5 സെൻറ്റിമീറ്റർ. നമുക്ക് DF ആണ് 5 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്, DE അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എ തെറ്റാണ്. അടുത്തത് DF is equal to 5 സെൻറ്റിമീറ്റർ കറക്റ്റാണ്. ഇനി ആംഗിൾ E equal to 60 ഡിഗ്രി. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആംഗിൾ E തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ആംഗിൾ E കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി അറിയാം, മറ്റേ രണ്ട് ആംഗിൾസിൻ്റെ മെഷറും അറിയാം. അപ്പം ആംഗിൾ E കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 80 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ E is equal to 180 ഡിഗ്രി. 120 ഡിഗ്രി പ്ലസ് ആംഗിൾ A is equal to 180 ഡിഗ്രി. ആംഗിൾ A is equal to 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ Aയുടെ മെഷർ നമുക്ക് കിട്ടി 60 ഡിഗ്രി. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റാണ്. ഇതാണ് എൻ്റെ ആൻസർ. ഇൻ ഫിഗർ ഇഫ് AB ഈക്വൽ ടു DC, ഫിഗർ നോക്കിയോ, AB DC, ABD ആംഗിൾ ABD is equal to ആംഗിൾ CDB. അടുത്ത ആംഗിൾ നോക്കുക, ABD CDB. വിച്ച് കോൺഗ്രുവൻസ് വുഡ് യു അപ്ലൈ ടു പ്രൂവ് ട്രയാങ്കിൾ ABD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ CDB? അപ്പോൾ നമുക്കത് ഒന്ന് എഴുതി നോക്കാം. ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ CDB, AB ഈക്വൽ ടു DC തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ AB ഈക്വൽ ടു DC ഗിവൺ. ഇനി ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ CDB, ഇതും എന്താണ് തന്നിട്ടുണ്ട്, അപ്പോൾ ഗിവൺ. അപ്പോൾ ഇനി ഈ രണ്ട് സൈഡും ഈക്വലാണ്, ഈ രണ്ട് ആംഗിളും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇവർക്ക് അടുത്ത ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു സൈഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ഈ BD വരുന്നുണ്ട് അല്ലേ, കോമൺ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ BD ഈക്വൽ ടു BD കോമൺ. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ക്രൈറ്റീരിയ നോക്കി, AB ഈക്വൽ ടു DC സൈഡ്, ആംഗിൾ ABD അത് ആംഗിൾ, പിന്നെ BD ഈക്വൽ ടു BD കോമൺ. അപ്പോൾ SAS. അപ്പോൾ നമ്മൾ ഏത് കോൺഗ്രുവൻസ് കണ്ടീഷനാണ് ഇവിടെ വരുന്നത്? SAS. അപ്പോൾ ട്രയാങ്കിൾ ABD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ CDB, SAS റൂൾ. ഇഫ് ട്രയാങ്കിൾ ACB is congruent to triangle EDF, then which of the following equations are true? അപ്പം നമുക്ക് ആദ്യം തന്നെ രണ്ട് ട്രയാങ്കിൾ വരച്ച് വയ്ക്കാം. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പം ആദ്യത്തെ ട്രയാങ്കിൾ ACB കറക്റ്റായിട്ട് തന്നെ സെക്കൻഡ് ട്രയാങ്കിൾ മാർക്ക് ചെയ്യുക. എയുടെ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് E, സിയുടെ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് D, B വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെർട്ടെക്സ് F. ഇനി നമ്മുടെ ഓരോ തന്നിരിക്കുന്ന ഇക്വേഷൻസ് നോക്കാം. അടുത്തത് AC ഈക്വൽ ടു ED. അപ്പോൾ AC ED കറക്റ്റാണ് അല്ലേ, ഒരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ആ സൈഡ്സ് ഈക്വലാണ്.
ഇനി ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എഫ്, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എഫ്, അത് തെറ്റാണ് അല്ലേ? കാരണം ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാ? ആംഗിൾ ഡി. ഇനി അടുത്തത് എ ബി ഈക്വൽ ടു ഇ എഫ്, ഇവിടെ ഈ സൈഡും ഈ സൈഡും, അത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? 1ഉം 3ഉം ഈക്വൽ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണത്? ആംഗിൾ സെക്കൻഡ് ഓപ്ഷൻ ബി. Triangle LMN is an isosceles triangle such that LM is equal to LN and angle N is equal to 65 degree. The value of angle L is. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രയാങ്കിൾ LMN വരയ്ക്കാം. LMN. ഇനി നമുക്ക് തന്നിട്ടുണ്ട് LM is equal to LN. ആംഗിൾ എന്നിൻ്റെ മെഷർ തന്നിട്ടുണ്ട് 65 ഡിഗ്രി. ആംഗിൾ L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ എം എന്തായിരിക്കും? ഈക്വൽ ടു ആംഗിൾ എൻ. എന്താ കാര്യം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ എമ്മിൻ്റെ മെഷർ എന്താണ്? 65 ഡിഗ്രി തന്നെ. ഇനി നമുക്ക് ആംഗിൾ എല്ലിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ 65 ഡിഗ്രി പ്ലസ് 65 ഡിഗ്രി പ്ലസ് ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ 65 പ്ലസ് 65 130 ഡിഗ്രി പ്ലസ് ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എൽ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എല്ലിൻ്റെ മെഷർ എന്താണ്? 50 ഡിഗ്രി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.